ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 68-ാം സങ്കീർത്തനം 19-ാം തിരുവചനം. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ജീവിതം കർത്താവിനെ ഉയർത്തുന്ന ജീവിതമാകണം. നമ്മുടെ കുടുംബം കർത്താവിനെ ഉയർത്തുന്ന കുടുംബമായി മാറണം. നമ്മുടെ സമ്പത്തിലൂടെ, നമ്മുടെ ബന്ധങ്ങളിലൂടെ എല്ലാം കർത്താവ് ഉയർത്തപ്പെടണം. ഹൃദയം തുറന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ കരുതുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, കരം പിടിച്ച് നമ്മെ പരിപാലിക്കുന്ന കർത്താവിന് നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. പതിനായിരങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, വേദനകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് കർത്താവേ കടന്നു വരണമേ. ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങൾ ആത്മനിറവുള്ളവരാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് അഭിഷേക നിറവോടെ നമുക്ക് പാടി ആരാധിക്കാം. അനേകമായിരങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയം, അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കിനാൽ നമ്മുടെ കുടുംബങ്ങളെ സ്വർഗം നിറയ്ക്കുകയാണ്. സകല ഭാരങ്ങളും വിട്ടുകളഞ്ഞ് ആത്മാവിൽ ആനന്ദിച്ച് എല്ലാം മറന്ന് പാടി സ്തുതിക്കുന്നു. കർത്താവേ കൃപ വർഷിക്കണമേ. കൃപ 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 വർഷിക്കണമേ. കരമടിച്ച് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ജനലക്ഷങ്ങളിലേക്ക് കൃപയുടെ സമൃദ്ധി കർത്താവേ പകരണമേ. നിന്റെ കൃപയുടെ പുതപ്പ് കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. Lord bless, bless Lord. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. നമ്മെ താങ്ങുന്ന കർത്താവ്, നമ്മെ കരുതുന്ന കർത്താവ്. ചേർത്ത് പാടിക്കേ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കർത്താവേ പകരുക. കൃപ കൊണ്ട് ഞങ്ങളെ മൂടുക. സകല ഭാരങ്ങളിലേക്കും കൃപ വർഷിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ. അങ്ങോട്ടും ഇങ്ങോട്ട് കരം പഠിച്ച് എന്റെ കൃപ നിനക്കു മതി. കർത്താവിൻ തിരുവചനം നമുക്ക് ഏറ്റെടുത്തു പാടാം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കർത്താവിനെ കരം പിടിച്ച് ആടി പാടി നമുക്ക് പാടാം. ഉയർത്തി അടിച്ച് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ. ഈശോയെ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അങ്ങനെ ജനത്തിലൂടെ ഉലാസണമേ. അങ്ങനെ ജനത്തെ സന്ദർശിക്കണമേ. അനുഗ്രഹത്തിന് അഭിഷേകം ഒഴുകട്ടെ. കൃപയാൽ അനുദിനവും
കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, പതിനായിരങ്ങളിൽ പ്രവർത്തിക്കണമേ. കൃപയുടെ സമൃദ്ധിയ ജനലക്ഷങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതത്തിന്റെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, സ്നേഹത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പെടണമേ. പാപശക്തികളെ തകർക്കണമേ. രോഗക്കെട്ടുകൾ അഴിക്കണമേ. ശാപബന്ധനങ്ങളെ നിർവീര്യമാക്കണമേ. ഓരോ കുടുംബവും ഓരോ തലമുറയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളെ കർത്താവിനെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ കർത്താവേ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, സാത്താൻ ആധിപത്യങ്ങൾ തകരട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കർത്താവേ, നിന്റെ ജനത്തിന് മേൽ കരം നീട്ടണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അനുദിനം ഞങ്ങളെ കരുതുന്ന ദൈവമേ, പരിപാലിക്കുന്ന കർത്താവേ, വിടാതെ നിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നവനെ ഞങ്ങളെ ആരാധിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. ഈ സ്തുതി ആരാധനയിലൂടെ അനേകരുടെ കണ്ണുനീരൊപ്പി അവരനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ലോർഡ്. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളെല്ലാം വചനത്താൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സമ്പത്തിൽ ആശ്രയിക്കരുത്. ദൈവത്തിന്റെ ജനം സമ്പത്തിൽ ആശ്രയിക്കരുത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം തിരുവചനം. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും? ഈ വചനത്തിലൂടെ നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? ഇതൊരു വാണിംഗ് മെസ്സേജ് ആണ്, മുന്നറിയിപ്പിന്റെ ദൂതാണ്. ബോഷനായ ധനികനെ നോക്കി കർത്താവ് പറയുകയാണ്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സമ്പത്ത് മുഴുവൻ ആരുടേതാകും? ഈ ചോദ്യം ഇന്ന് നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. നീ സമ്പാദിച്ചിരിക്കുന്ന, നീ ആശ്രയിച്ചിരിക്കുന്ന, നീ എല്ലാം എന്ന് ധരിച്ചിരിക്കുന്ന ഈ സമ്പാദ്യങ്ങൾ ആരുടേതാകും? ഇതെല്ലാം വിട്ടുകളഞ്ഞ് നമ്മൾ നിത്യതയിലേക്ക് പോകേണ്ടി വരും. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ തിരുവാക്യം ഇടയ്ക്കിടെ ഞാൻ വായിച്ച് ധ്യാനിക്കുന്ന ഒരു തിരുവചനമാണിത്. എൻ്റെ ശക്തിയും കരത്തിൻ്റെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ പോലും പറയരുത്. നമ്മുടെ ജീവിതങ്ങളെ നോക്കിയ ദൈവത്തിൻ്റെ ആത്മാവിത് സംസാരിക്കുന്നത്. എൻ്റെ ശക്തിയും, ഇന്ന് അനേകർ പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ അധ്വാനിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടത്, ഞാൻ വിയർപ്പൊഴുക്കിയത്, ഞാൻ. ആരായി ഞാൻ? ഒരു മണ്ണാങ്കട്ട. ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടയെ പോലെയാണ് മനുഷ്യജീവിതം. നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? ഒന്നും തന്നെയില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. 18-ാമത്തെ വചനം, ഈ സമ്പത്തെല്ലാം നേടുവാൻ നിനക്ക് ശക്തി തരുന്നത് ദൈവമായ കർത്താവാണ്. കർത്താവിൻ്റെ കരുണയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ.
പലപ്പോഴും ദൈവത്തെ വിട്ടുകളഞ്ഞ് ദൈവം നൽകിയ ഈ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് അനേക മനുഷ്യർ ദൈവത്തെ പരിഹസിക്കുകയാണ്. ദൈവത്തോട് എതിർവാക്കുകൾ പറയാ. എനിക്ക് ദൈവത്തിന് ആവശ്യമില്ല, ദൈവമില്ലെങ്കിലും സുന്ദരമായി ജീവിക്കുവാനുള്ള സാഹചര്യം എനിക്കുണ്ട്, അതിനുള്ള സമ്പത്ത് എനിക്കുണ്ട്, അതിനാവശ്യമായ വസ്തുവകൾ എനിക്കുണ്ട്. ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന മുറിയിൽ ഒരു വ്യക്തി കിടപ്പുണ്ട്, പ്ലീസ് അവിടെ വന്ന് അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. കേരളത്തിൽ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരൻ, ഏകദേശം 65 വയസ്സ് പ്രായം അദ്ദേഹത്തിനുണ്ട്. ഞാൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. എന്നെ കണ്ട മാത്രയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈ മനുഷ്യൻ വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നല്ല ചോരയും നീരുള്ള സമയത്ത് അനേകർ എന്നോട് പറഞ്ഞു ഒരു ധ്യാനം കൂടുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ. ഇപ്രകാരം പറഞ്ഞവരെയെല്ലാം ഞാൻ പുച്ഛിച്ചു, കളിയാക്കി. പണമുണ്ടാക്കാൻ വേണ്ടി എൻ്റെ സമയം മുഴുവൻ ഞാൻ ചെലവഴിച്ചു. ഞായറാഴ്ച പോലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ ബിസിനസ് സ്ഥാപനം നടത്തി ഞാൻ കോടികൾ ഉണ്ടാക്കി. എൻ്റെ സമയവും എൻ്റെ കഴിവും എൻ്റെ ആരോഗ്യം മുഴുവൻ സമ്പത്ത് നേടുവാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. എന്നാൽ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ക്യാൻസർ എന്ന മാറാരോഗം പിടിപെട്ട് ഈ മരണക്കിടക്കയിൽ ഞാൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്, ഞാൻ ആകെ അസ്വസ്ഥനാണ്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ, എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അദ്ദേഹം വിതുമ്പി വിതുമ്പി കരയുക. അതിനുശേഷം ഒരു സത്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനിത് ചുമ്മാ വെച്ച് കെട്ടി പറയല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. എൻ്റെ ഹൃദയത്തിൽ ഇത് ആഴത്തിലിറങ്ങി. കോടീശ്വരനായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, 10 തലമുറയ്ക്ക് സുന്ദരമായി ജീവിക്കുവാനുള്ള സമ്പത്ത് ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഈ കോടിക്കണക്കിന് സമ്പാദ്യം എന്നെ നോക്കി ചിരിക്കുന്ന കടലാസ് കഷ്ണങ്ങളെ പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഇതുപോലും കടലാസ് കഷ്ണങ്ങളായി എനിക്ക് തോന്നുകയാണ്. ഈ തിരിച്ചറിവ് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എന്നോ രക്ഷപ്പെടുമായിരുന്നു. ആ മനുഷ്യനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ സഹോദര സഹോദരി, ഇത്രയുള്ളൂ നമ്മുടെ കോടികളെല്ലാം. ബോഷനായ ധനികനെ നോക്കി അതാ കർത്താവ് പറഞ്ഞത്, നീ കൂട്ടിവെച്ചിരിക്കുന്ന ഈ സമ്പാദ്യങ്ങൾ മുഴുവൻ ആരുടേതാകും? ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ സമ്പാദ്യം മുഴുവൻ ആരുടേതാകും? അതുകൊണ്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ മാർട്ടിൻ പരിശുദ്ധാത്മ നിറവിൽ പാടിയത്, ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ടു പോയിടണം. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവ്വതും മായയായി മാഞ്ഞുപോകും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സഹോദരി സഹോദര, സർവ്വതും മായയായി മാഞ്ഞുപോകും. സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. പരസ്പരം കരങ്ങൾ പിടിച്ച് സ്നേഹത്തോടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് ഒന്ന് ഏറ്റുപറഞ്ഞ്, സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. എല്ലാവരും ഏറ്റുപറഞ്ഞ്, സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. 3-ാം അധ്യായം 2-ാം തിരുവചനം. അവസാന നാളുകളിൽ
ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥരും ധനമോഹികളും അഹങ്കാരികളുമായ മനുഷ്യർ, ധനമോഹികൾ, ധനത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യർ അന്ത്യനാളുകളിൽ ഉണ്ടാകും. വീണ്ടും പൗലോസ് പറയുകയാണ്, തിമോഥെയോസ് 1 ലേഖനം 6:10, ഈ ലോകം ഇന്ന് ഇത്രമാത്രം ദുഷിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രധാന കാരണത്തിലേക്ക് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് വെളിച്ചം വീശുകയാണ്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹം. ബന്ധങ്ങൾ തകരുന്നു, വ്യഭിചാരം വർദ്ധിക്കുന്നു, കള്ളുവിൽപ്പന മുറ പോലെ നടക്കുന്നു, അഴിമതികൾ, അക്രമങ്ങൾ, കൈക്കൂലികൾ എന്ന് വേണ്ട സകലവിധ അന്യായത്തിൻ്റെയും ദുഷിപ്പിൻ്റെയും പ്രധാന കാരണം ധനത്തോടുള്ള ആസക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും തിമോഥെയോസ് 1 ലേഖനം 6:7 പറയാ, ഇത് വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവർ. നിങ്ങൾ ഈ വചനം ഹൃദയത്തിൽ കുറിച്ചിടണം. ഈ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ആശ്രയം സമ്പത്തിലല്ല, ദൈവമായ കർത്താവിലാകണം. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ഒരു മനുഷ്യൻ വളരെ സങ്കടത്തോടു കൂടി ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചു. വളരെ വർഷങ്ങളായി അദ്ദേഹം വിദേശത്താണ്. കഷ്ടപ്പെട്ട് ചോര നീരാക്കി ദൈവം തനിക്ക് തന്ന സമ്പത്ത് ഉപയോഗിച്ച് നാട്ടിലെ ഹൈവേയുടെ അരികിൽ 1.5 ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, ഈ 1.5 ഏക്കർ സ്ഥലം എനിക്കും നിന്റെ സഹോദരന്മാർക്കും തായോ. തറവാട് വീടും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലവും നീ എടുത്തോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ തൻ്റെ സത്യസന്ധത മൂലം അദ്ദേഹം പറഞ്ഞു, അപ്പാ, എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൻ അത് ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. 6 കോടി രൂപയോളം വില വരുന്ന 1.5 ഏക്കർ സ്ഥലം ഈ മനുഷ്യൻ തൻ്റെ അപ്പനും സഹോദരന്മാർക്കുമായി എഴുതി കൊടുത്തു. ഇത്രയും വലിയ സമ്പത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഇവർ വാക്കുമാറുകയാണ്. തറവാട് വീട് പോയിട്ട് 1 സെന്റ് സ്ഥലം പോലും ഈ അപ്പനും മറ്റു സഹോദരന്മാരും ഇദ്ദേഹത്തിന് കൊടുത്തില്ല. ഈ മനുഷ്യനാകെ തകർന്നു പോയി. അദ്ദേഹം വിതുമ്പിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദർ, ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ലോണൊക്കെ എടുത്തിട്ടാണ് ഇത്രയും പൈസ കൊടുത്ത് ഞാനത് നേടിയത്. എൻ്റെ ജീവിതത്തിന് മുഴുവൻ സമ്പാദ്യമാണ് ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചത്. എത്ര നിസ്സാരമായിട്ടാണ് അവരെന്നെ പറ്റിച്ചത്. ഇത് കൊടും ചതിയായി പോയല്ലോ, എനിക്കിത് മറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നിലവിളിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറഞ്ഞു, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് നിത്യജീവന്റെ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു, സഹോദര, സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. സഹോദരൻ ഈ വിഷയത്തിൽ നിശബ്ദനാകുമ്പോൾ സഹോദരന് വേണ്ടി കർത്താവ് സംസാരിക്കും. സഹോദരൻ കയറി ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കർത്താവിന് പിന്നെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ആ ദൂത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി, പൂർണ്ണമായിട്ട് സറണ്ടറായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, 6 കോടി രൂപ നഷ്ടപ്പെട്ടാലും എനിക്ക് വലുത് എൻ്റെ നിത്യജീവനാണ്, എനിക്ക് വലുത് എൻ്റെ കർത്താവാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കാനോ ബഹളമുണ്ടാക്കാനോ ഞാൻ പോകത്തില്ല. പൂർണ്ണമായി അദ്ദേഹം സറണ്ടർ ആവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എന്നോട് പറയുന്നു, പാർട്ടീഷൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ മാനസികമായി മുറിവേറ്റിരിക്കുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. പല ബന്ധങ്ങളും തകർന്നു പോയി, പണത്തിൻ്റെ പേരും പറഞ്ഞ്, സമ്പത്തിൻ്റെ പേരും പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ കൂടെ ആത്മാവിൽ പറയട്ടെ, സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിലോട്ട് വരാം.
ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അബ്രഹാം 9 രാജാക്കന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഈ 9 രാജ്യങ്ങളുടെ സമ്പത്ത് അബ്രഹാമിൻ്റെ മുൻപിൽ ഇരിക്കുകയാണ്. സോദോം രാജാവായ ബേറ അബ്രഹാമിനോട് പറയും 21-ാമത്തെ വചനത്തിൽ, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. കോടിക്കണക്കിന് രൂപ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോടാനുകോടി രൂപയാണ് അബ്രഹാമിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷേ ഈ കോടികൾ കണ്ടപ്പോൾ അബ്രഹാമിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല. അവൻ ആക്രാന്തം മൂത്ത് ആ പണത്തിൻ്റെ മേൽ ചാടി വീണില്ല. കാരണം അബ്രഹാമിൻ്റെ ആശ്രയത്വം സമ്പത്തിലല്ല, കർത്താവിലായിരുന്നു. വേറെ രാജാവ് പറയും, ഈ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. അബ്രഹാമിനെ അത് കൈക്കലാക്കാം. വ്യക്തിപരമായി നമ്മുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. നമ്മളാണെങ്കിൽ ഈ ഓഫറിൻ്റെ മുൻപിൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ചിലരുന്ന് ചിരിക്കാൻ പറഞ്ഞതല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഈ ഓഫർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? എന്നാൽ അബ്രഹാമിൻ്റെ പ്രതികരണം, അബ്രഹാം സോദോം രാജാവായ ബേറയോട് പറയും, അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയരുത്. നിന്റേതായ ഒന്നും എനിക്ക് വേണ്ട. ഈ കോടാനുകോടി സമ്പത്ത് എനിക്ക് വേണ്ട. കർത്താവിനെ പ്രതി ആ സമ്പത്ത് മുഴുവൻ അബ്രഹാം നഷ്ടപ്പെടുത്തുകയാണ്. അവനതെല്ലാം വിട്ടുകളയുകയാണ്. എനിക്കൊന്നും വേണ്ട. കാരണം എൻ്റെ ആശ്രയത്വം എൻ്റെ കർത്താവിലാണ്. ആ കോടിക്കണക്കിന് രൂപ അവൻ വിട്ടുകളഞ്ഞു. ആധുനിക മനുഷ്യനാണെങ്കിൽ അബ്രഹാമിനെ നോക്കി പറയും, എടാ മണ്ട, നീ എന്ത് പൊട്ടത്തരടാ കാണിച്ചത്? ഇത്രയും നല്ല ഓഫർ കിട്ടിയിട്ട്, ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് എന്തെങ്കിലും എടുക്കുകയല്ല, ഒന്നും എടുക്കാതെ ഇത് വിട്ടുകളെ, നീ ഇത്രയും പൊട്ടനാണെന്ന് ചോദിച്ച് ആധുനിക മനുഷ്യൻ അബ്രഹാമിനെ കളിയാക്കും. എന്നാൽ അബ്രഹാം കണ്ടത് സ്വർഗം തരുന്നതാണ്. സ്വർഗം തരുന്നത് അബ്രഹാം കണ്ടു. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. സമ്പത്തിൻ്റെ പേരിൽ മുറിവേറ്റിരിക്കുന്നവരെ, ഇത് സ്വർഗം നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. ആരോടും പരിഭവങ്ങൾ വേണ്ട. പൂർണ്ണമായി ക്ഷമിക്കാൻ തയ്യാറാകുക, വിട്ടുകൊടുക്കാൻ തയ്യാറാവുക, എളിമപ്പെടാൻ തയ്യാറാവുക. നമുക്ക് വേണ്ടത്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത് കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. സ്വർഗം തരുന്നത് അബ്രഹാം കണ്ടു. ഞാൻ വിശ്വസിക്കുന്നു അബ്രഹാമിൻ്റെ ഈ പ്രവൃത്തി കർത്താവിൻ്റെ സൂപ്പർസോണിക് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകം 15:1 നമുക്ക് സന്തോഷം തരുന്ന വചനമാണ്. കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാം, അബ്രഹാം, ദൈവം വിളിക്കുക. കർത്താവിൻ്റെ ഹൃദയം അങ്ങ് തുടിക്കുകയാണ്. ഇതുപോലെയുള്ള ദൈവമക്കളെയാണ് സഭയ്ക്ക് ആവശ്യം. ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ദൈവം വിളിക്കും, അബ്രഹാം, അബ്രഹാം, ഞാൻ നിനക്ക് പരിചയമാണ്. നിന്റെ പ്രതിഫലം വളരെ 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 വലുതായിരിക്കും. ഞാനാണ് നിന്റെ പരിച, ഞാനാണ് നിന്റെ പ്രൊവിഷൻ. അബ്രഹാമേ, നിനക്ക് എന്തൊക്കെ വേണമോ അതാണ് ഞാൻ. നമ്മൾ ചിന്തിച്ചു നോക്കി, നിനക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അബ്രഹാം, അതാണ് ഞാൻ. ഞാനാണ് നിന്റെ പ്രൊവിഷൻ. നീ ഭാരപ്പെടേണ്ട. കാരണം നീ ഈ കോടിക്കണക്കിന് സമ്പത്തിൽ ആശ്രയിക്കാതെ നീ എന്നെ ആശ്രയിച്ചു. ഞാനൊരു ദൂത് നിങ്ങളോട് സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. ദൈവത്തെ സമ്പത്തായി കണ്ടവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവത്തെ സമ്പത്തായി കണ്ടവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവത്തെ സമ്പത്തായി കണ്ടവൻ്റെ സകലത്തിലേക്കും അനുഗ്രഹം ഒഴുകപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 24:1 അബ്രഹാമിന് പ്രായമേറെയായി. ദൈവമായ കർത്താവ് എല്ലാ കാര്യങ്ങളിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ആശ്രയിച്ചപ്പോൾ അബ്രഹാമിന് കിട്ടിയ നന്മ. എൻ്റെ സഹോദര സഹോദരി, സമ്പത്തിൽ അഹങ്കരിക്കരുത്, ധനത്തിൽ ആശ്രയിക്കരുത്. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നിത്യജീവന പ്രത്യാശ. നമ്മുടെ
നമ്മുടെ മക്കൾക്ക് ഈ പ്രത്യാശ കൊടുക്കുക, നമ്മുടെ കുടുംബത്തിന് പ്രത്യാശ കൊടുക്കുക. നമ്മുടെ ജീവിതങ്ങൾ താഴ്മയുടെയും കൃപയുടെയും ജീവിതമായി മാറട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, പരമപരിശുദ്ധനായ കർത്താവേ, തിരുസാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് യാചനാപുരം തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുക. ഇത് കൃപയുടെ നിമിഷമാണ്. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്ന അത്ഭുതത്തിന്റെ സമയമാണ്. അതരം തുറന്ന് ഹൃദയം തുറന്ന് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രവർത്തിക്കണമേ. 10,000-ങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. സമ്പത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ നിന്നെ മാത്രം മുറുകെ പിടിച്ച് നിത്യത കണ്ട് ജീവിക്കുവാനുള്ള ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം അനേകരെ കർത്താവ് സ്പർശിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ മഹത്വം 10,000-ങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അനേകം കുടുംബങ്ങൾ ഈശോ അനുഗ്രഹിക്കുകയാണ്. അനേകം ജീവിതങ്ങൾ അനുഗ്രഹിക്കുകയാണ്. വിവിധങ്ങളായ തകർച്ചകൾ മൂലം ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ആയിരങ്ങളുടെ മേൽ ഇതാ കർത്താവിന്റെ അഭിഷേകത്തിന്റെ കരം വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്വരമുയർത്തി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്സരത്തിന്റെ, പകയുടെ, വെറുപ്പിന്റെ, നീരസത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. സ്നേഹത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. സമ്പത്തിന്റെ പേരിൽ, വസ്തുവകകളുടെ പേരിൽ തകർന്നിരിക്കുന്ന ബന്ധങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ. അപ്രകാരമുള്ള കുടുംബങ്ങളിലേക്ക് അഭിഷേകം നൽകണമേ. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, കൂട്ടായ്മയുടെ അഭിഷേകത്താൽ 10,000-ങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവ് തരുന്ന കൃപകളെ, അനുഗ്രഹത്തെ സ്വന്തമാക്കി ഹൃദയം നുറങ്ങി നിലവിളിച്ചു പ്രാർത്ഥിച്ചോ. അനേകം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയെ നന്ദി. അങ്ങ് അനുഗ്രഹിക്കുന്ന സ്നേഹത്തിനായി, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യത്തിനായി, വിടുതലിനായി, അഭിഷേകത്തിനായി, കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിരുത്സാഹപ്പെടുവാൻ നാം നമ്മെ അനുവദിക്കരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരിക. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ